വാർത്തകളിലേക്ക്. കൊല്ലം തേവലക്കര ഹൈസ്കൂളിൽ വിദ്യാർത്ഥി മിഥുൻ ഷോക്കേറ്റ് മരിച്ചതിൽ തേവലക്കര ഇലക്ട്രിക്കൽ സെഷനിലെ ഓവർസിയറെ സസ്പെൻഡ് ചെയ്തു. കുറ്റക്കാരായ എല്ലാവർക്കുമെതിരെ നടപടിയുണ്ടാകുമെന്നും മിഥുന്റെ വീട് സന്ദർശിച്ച ശേഷം മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. മിഥുന്റെ മരണത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം നടത്തി സ്കൂൾ ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരുന്നു. വൈദ്യുതി വകുപ്പിന്റെ അന്വേഷണം എങ്ങും എത്തിയില്ല എന്ന പരാതിക്ക് പിന്നാലെയാണ് നടപടി. അപകടം നടന്ന സ്ഥലത്ത് ലൈൻ പെട്രോളിംഗ് നടത്തിയ ഓവർസിയർ ബിജു എസിനെയാണ് സസ്പെൻഡ് ചെയ്തത്. ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ച ഉണ്ടായെന്ന കൊല്ലം ഇലക്ട്രിക്കൽ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് നടപടി. നമ്മളിതിൽ ആരാണ് കുറ്റക്കാർ കണ്ടാൽ അവരുടെ പേരിൽ നടപടിയെടുക്കാൻ ബോർഡിനെയും ചെയർമാനെയും ബോർഡിനെയും ACSനെയും ചുമതലപ്പെടുത്തി അവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവർ ചെയ്തതാണ്. ഇനി എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അത് പരിശോധിക്കാം. മിഥുന്റെ തേവലക്കരയുള്ള വീട്ടിലെത്തി വൈദ്യുതി വകുപ്പ് പ്രഖ്യാപിച്ച ധനസഹായം മന്ത്രി കുടുംബത്തിന് കൈമാറി. മിഥുൻ മരിച്ചതിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കുമെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി MB രാജേഷും അറിയിച്ചു. അതേസമയം അപകടത്തിൽ KCB ഓവർസിയറെ കരുവാക്കിയെന്നതാണ് ഉയരുന്ന ആക്ഷേപം. മീഡിയ 1 കൊല്ലം.